റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രോൾ ബോർഡിൽ യൂസ് ചെയ്യുന്ന W2 W3 കാർഡുകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്. കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പ്രോഗ്രാം ഡിലീറ്റ് ആയി പോകുന്നു എന്ന് പറയുന്നത്. നോക്കുന്ന ടൈമിലാണ് നമുക്ക് മനസ്സിലാവുന്നത് പവർ സപ്ലൈ ഓൺ ആയിരിക്കും, അതുപോലെ വൈഫൈ കാർഡും ഓൺ ആയിരിക്കും. ഫോണിൽ വൈഫൈ സെറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ബോർഡിന്റെ വൈഫൈ റേഞ്ച് നമുക്ക് കാണിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ സ്ക്രോൾ ബോർഡിലേക്ക് മാറ്ററുകൾ ഒന്നും വരുന്നതല്ല. ആദ്യം ഓൺ ആക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു കാർഡിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് മിന്നി മറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ ഒരു പ്രശ്നം നമ്മുടെ ഫോണിൽ LED ആർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. W2 W3 കാർഡുകളിൽ യൂസ് ചെയ്യാം. ബാക്കിയുള്ള കാർഡുകളിലും ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ വരുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രോൾ ബോർഡ് ഓൺ ആക്കി വെക്കുക. ഓൺ ആക്കിയ ശേഷം ഫോണിൽ വൈഫൈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്ക്രോൾ ബോർഡ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ബോർഡ് പ്രോഗ്രാം ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിങ്ങിനെ പറ്റി അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഈ ഒരു സെറ്റിംഗ്സിന്റെ കാര്യം മാത്രമേ സംസാരിച്ചു പോകുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബോർഡിന്റെ വൈഫൈ ആയിട്ട് ഫോൺ കണക്ട് ചെയ്യുക. അതിനുശേഷം LED ആർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. LED ആർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡിവൈസസിലേക്ക് പോകുമ്പോൾ ബട്ടൺ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ബട്ടൺസിന്റെ ലിസ്റ്റ് കാണാം. ഇതിൽ ബട്ടൺ 1ന്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ ഡിസേബിൾ ക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ബട്ടൺ 1ന്റെ സെറ്റിംഗ്സ് ഡിസേബിൾ ക്ലിയർ പ്രോഗ്രാം എന്നുള്ളത് കൊടുത്തു. ഇനി താഴെ ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാരാമീറ്റർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിലേക്ക് സെൻഡ് ആവുന്നതാണ്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ടൈമിൽ നമ്മുടെ ബോർഡ് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആയി പോകുന്നതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്കൊരു പരിധി വരെ തടയാൻ സാധിക്കും. നമുക്കിത് LED ആർട്ട് ത്രൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ. ഇനി നിങ്ങൾ HD സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ബട്ടൺ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സ്ക്രോൾ ബോർഡിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രോൾ ബോർഡ് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്ക്രോൾ ബോർഡ് നിർമ്മാണം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ബോർഡിന്റെ പാർട്സുകൾ വാങ്ങാനും അതിന്റെ പ്രൈസിംഗ് ഒക്കെ അറിയാനായിട്ട് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം നോർത്ത് വരൂരും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തായിട്ടാണ്. നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മൾ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.